ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2026 കേരള PSC ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ആയിട്ടാണ്. അപ്പൊ നമുക്ക് 2026 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് മുഴുവനും ഒരൊറ്റ സ്ട്രെച്ചില് പഠിച്ചു തീർത്താലോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് സെഷനിലോട്ട് പോവാം. കമോൺ. സോ BFOയുടെ ക്വസ്റ്റ്യൻ ആണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, എയ്തർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ്. എയ്തർ ഓർ അല്ലെ, എയ്തർ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് മൂന്നും വെച്ച് രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണോ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണോ നമ്മൾ വേർബിനെ കൊടുക്കാറുള്ളത്? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വേർബിനെ കൊടുക്കാറുള്ളത്. സോ ഇവിടെ രണ്ടാമത്തെ വേർബ് എന്ന് പറയുന്നത് ഐ ആണ് അല്ലെ. യു ഉണ്ട്, ഐ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആറ്, ആമ, വാസ്, വേർ ഒക്കെ ഓപ്ഷൻസിൽ ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് പാസ്റ്റ് ടെൻസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഐഡിയാസ് സെന്റൻസിൽ തന്നിട്ടുണ്ടോ? എയ്തർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. പാസ്റ്റ് സെന്റൻസ് പാസ്റ്റ് ആണെന്നുള്ള എന്തെങ്കിലും ഐഡിയാസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതിനെ പ്രസന്റ് ആയിട്ട് മനസ്സിലാക്കണം. സോ നമുക്ക് വാസും വേറും ഒക്കെ കട്ട് ചെയ്ത് കളയാം അല്ലെ. സോ ഐയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആം ആണ്. സെറ്റ് ആണോ? ഐയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആം ആണ്. ആർ ഉപയോഗിക്കൂലല്ലോ അല്ലെ. ആർ നമ്മൾ പ്ലൂറൽസിന്റെ കൂടെയല്ലേ ഉപയോഗിക്കുന്നത്, ഐയുടെ കൂടെ ആം അല്ലേ ഉപയോഗിക്കുന്നത് അല്ലെ. സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. The passive form of you need not submit the document. You need not submit the document. നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യും. നോക്ക്. He will not eat the banana. He will not eat the banana. Okay? വിൽ നോട്ട് വന്നു കഴിഞ്ഞാൽ പാസീവില് നമ്മൾ എന്ത് കൊടുക്കണം? വിൽ നോട്ട് ബി കൊടുക്കണം. ഒബ്ജക്റ്റ് എന്താ? ബനാന. ദ ബനാന. ഇത് നമ്മൾ എന്ത് ചെയ്യും? വിൽ നോട്ട് ബി. ഇനി ഈറ്റിന്റെ V3, ഈറ്റൺ ബൈ ഹിം ആണല്ലോ. ആണല്ലോ. സെറ്റ് ആണോ? ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് അല്ലെ. ശ്രദ്ധിച്ചോ, ദ ബനാന വിൽ നോട്ട് ബി V3, ഈറ്റൺ ബൈ ഹിം. ബൈ ഏജന്റും കൊടുത്തു. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ദ ഡോക്യുമെന്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് ബൈ യു. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ദേ കിടക്കുന്നു. ദ ഡോക്യുമെന്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ്. ബൈ ഏജന്റ് എപ്പോഴും മാൻഡേറ്ററി അല്ല. ഇവിടെ ഓപ്ഷൻസിൽ ഒന്നും ബൈ ഏജന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവൊന്നും വേണ്ട. നൺ ഓഫ് ദീസ് ചൂസ് ചെയ്യണമെന്നൊന്നും ചിന്തിക്കേണ്ട. അവിടം വരെ ഓക്കെ ആണെങ്കിൽ അത് റൈറ്റ് ആൻസർ ആയിരിക്കും കേട്ടോ. അവിടം വരെ ഓക്കെ ആണെങ്കിൽ അത് റൈറ്റ് ആൻസർ ആയിരിക്കും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് they were not ashamed dash hug each other. ashamedന്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഓഫ് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടുത്തെ ആൻസർ 2 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് എങ്ങനെ വന്നു എന്ന് ശങ്കിച്ചു നിന്നിട്ടുണ്ടാവും അല്ലെ. ശ്രദ്ധിച്ചു പഠിച്ചോ. ഈ ashamedന്റെ കൂടെ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് ing ആയിരിക്കണം. ഹഗ്ഗിങ് എന്ന് വരണം. ഇവിടെ ഹഗ് അല്ലേ വന്നിട്ടുള്ളൂ. ഹഗ് അല്ലേ വന്നിട്ടുള്ളൂ. അപ്പോ അതിന്റെ ഇപ്പുറത്ത് ടു വരാനാ ചാൻസ്. ടു ഹഗ് എന്ന് പറയുന്നത് ടു ഇൻഫിനിറ്റീവ് ആയി മാറാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട. നിങ്ങള് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ashamed കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട പ്രിപ്പോസിഷന് ഒരു ബ്ലാങ്ക് തന്നിട്ടിരിക്കുകയാണ്. അപ്പുറത്ത് തന്നിട്ടുള്ളത് V1 റൂട്ട് ഫോം ആണെങ്കിൽ നമ്മൾ 2 + V1 ഉപയോഗിക്കും. ഇനി അല്ല, അപ്പുറത്തുള്ളത് ing ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഓഫ് കൊടുക്കും. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഇതെന്താണ്? ഒന്ന് അപ്പുറത്ത് ജെറണ്ട് വരുന്നതാണ്, ഒന്ന് അപ്പുറത്ത് ടു ഇൻഫിനിറ്റീവ് വരുന്നതാണെന്നൊന്നും നിങ്ങളിപ്പോ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മളോട് ചോദിക്കില്ല. നമുക്ക് ട്രിക്സ് വെച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ട്രിക്ക്. ഈ ബ്ലാങ്കിന് ശേഷം ഹഗിങ് ing വരികയാണെങ്കിൽ നമ്മൾ ഓഫ് കൊടുക്കണം. ഈ ബ്ലാങ്കിന് ശേഷം റൂട്ട് ഫോം ഓഫ് ദ വേർബ് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പേ ടു കൊടുക്കണം. ഇത് ashamed വരുമ്പോൾ ഉള്ള കാര്യമാണേ പറയുന്നത്. സോ നമുക്ക് ഈ രണ്ട് സാധനങ്ങളും ഇവിടെ കൊടുക്കാൻ പറ്റുന്ന സംശയമുള്ളവർക്ക് വേണ്ടി, ആ ദൂരീകരണത്തിന് ashamedന്റെ കൂടെ എങ്ങനെ ഓഫ് വരാതിരുന്നേന്ന് സംശയമുള്ളവർക്ക് വേണ്ടി ആണ് ഈ കാര്യം ഞാനിവിടെ
പറഞ്ഞു മനസ്സിലാക്കി തന്നത്. സെറ്റാണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ ഇവിടെ 2 വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അപ്പുറത്ത് ഹഗ്ഗിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓഫ് കൊടുക്കായിരുന്നു അല്ലേ. സെറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ്. ഡിസെന്റ് ഇറക്കം അല്ലെ, ഡിസെന്റ് ഇറക്കം. എവിടെയോ വലിഞ്ഞു കയറിയിട്ടുണ്ട്, ഇറങ്ങാൻ തയ്യാറായിക്കോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്ത് സെന്റൻസാ? എന്ത് സെന്റൻസാ? ഇമ്പറേറ്റീവ് സെന്റൻസ്. വേർബ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇമ്പറേറ്റീവ് സെന്റൻസ്. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് വേണം, ഇന്ററോഗേറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, ഡിക്ലറേറ്റീവ് ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് വെച്ച് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കണം. അതൊന്നും അല്ല, ഇത് വേർബ് വെച്ച് തുടങ്ങിയതാണ്. വേർബ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എന്ത്? ഇമ്പറേറ്റീവ് സെന്റൻസ്. ഷട്ട് യുവർ മൗത്ത്, ക്ലോസ് ദ ഡോർ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെ. സോ ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. ഷീ വിൽ ഡാഷ്, അവൾ ഏറ്റെടുക്കും. ടേക്ക് അപ്പ് അല്ലെ, അവൾ ഏറ്റെടുക്കും. ആൻസർ കിടക്കുന്നു ടേക്ക് അപ്പ്. സോ നമുക്ക് ബാക്കി വാക്കുകൾ, ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യുക, പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ്. ഇനി നമ്മൾ പഠിക്കേണ്ട 2 ഫ്രേസൽ വേർബ്സ് ഉണ്ട് ഇവിടെ. ഒന്ന് ടേക്ക് ഇൻ ആണ്. ടേക്ക് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചതിക്കുക, ഡെസീവ് ചെയ്യാന്നാണ് അർത്ഥം. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ റിസംബിൾ, സാദൃശ്യം കാണിക്കുക അല്ലെ. സോ ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഡെസീവ് ആണ്, ചതിക്കുക. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ, സാദൃശ്യം ഉണ്ടാവുക. സെറ്റാണോ? സെറ്റാണോ? സോ നമുക്ക് എന്ത് കൊടുക്കാം? അവൾ ഏറ്റെടുക്കും. ടേക്ക് അപ്പ് ദ പൊസിഷൻ, ടേക്ക് അപ്പ് ദ പൊസിഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്പെൽ ചെക്ക് ആണ്. മാനുവൽ എന്ന് പറയുന്ന വേർഡിന്റെ സ്പെല്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. നോക്കാം, നമുക്ക് ഡയറക്ട്ലി സ്പെല്ലിങ്ങിലോട്ട് പോവാം. ആൻസർ ഇതാണ് മാനുവൽ. സോ മാനുവലിന്റെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു കോഡ് പോലെ നമുക്ക് പറയാം. നമ്മളൊരു സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണാണെന്ന് വിചാരിക്കാം. മുമ്പേ ആണേ, UV ഒക്കെ ഉണ്ടാവണം. സോ നമ്മള് അടുത്തേക്ക് എങ്ങാനും ഒരു ക്യാച്ച് എങ്ങാനും വന്നിട്ട് പുള്ളിക്കാരൻ എന്തായാലും വിളിക്കുകയാണെന്നുണ്ടെങ്കിലും വിചാരിക്കുക നമ്മൾ മാൻ, ഓയ്, UV, അരേ. ഓക്കെ, കുറച്ച് നിലവാരം കുറഞ്ഞ കോഡുകളൊക്കെ ആയിരിക്കും. സ്പെല്ലിംഗ് പഠിക്കാൻ നമുക്ക് അതൊക്കെ വഴിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. മാൻ, ഓയ്, UV, അരേ, അറി. മറന്നുപോവോ? ഇതിന്റെ അർത്ഥം ആക്ടിവിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നൊക്കെയാണ്. സോ മാൻ, ഓയ്, UV, അരേ. സെറ്റാണോ? മാനുവൽ. ഓക്കെ. സോ അടുത്ത ചോദ്യം കണ്ടീഷണൽ സെന്റൻസ് ആണ്. നമുക്ക് 3 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ സിമ്പിൾ പ്രസന്റിൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സെക്കൻഡ് കണ്ടീഷൻ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. തേർഡ് കണ്ടീഷൻ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഇത്രയുമാണ് നമ്മുടെ കണ്ടീഷൻസ് ഇംഗ്ലീഷിൽ അല്ലെ. ഇഫ് ക്ലോസ് എന്ന് പറയും. ഇവിടെ തന്നിട്ടുള്ളത് എന്താ? രണ്ടാമത്തേത് V2. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് അല്ലെ, ഇത് V2 അല്ലെ. അപ്പം ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. നമ്മൾ എന്താ പഠിച്ചത്? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് അല്ലെ. ഇവിടെ നമുക്ക് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ്, അതിന്റെ കൂടെ V1 ഉള്ള ഓപ്ഷൻ ഏതാ? ദേ കിടക്കുന്നു കുഡ് റൈറ്റ് അല്ലെ. കുഡ് ഹാവ് റിട്ടേൺ പറ്റൂല, കുഡ് റിട്ടേൺ പറ്റൂല, റോട്ട് ഒന്നും പറ്റില്ല. അപ്പൊ ആൻസർ എന്ത് വരുന്നു? കുഡ് റൈറ്റ്. ആൻസർ വരുന്നത് എന്താ? കുഡ് റൈറ്റ് ആണ്. സോ അടുത്തതൊരു സിനോണിം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സിനോണിംസ് ഓഫ് സക്കംബ്. സക്കംബ് എന്ന് പറഞ്ഞാൽ എന്താ? കീഴടങ്ങുക അല്ലെ, കീഴടങ്ങുക, സറണ്ടർ ചെയ്യാന്നൊക്കെ നമുക്ക് പറയാം. 2 വേർഡ്സ് yield അതുപോലെ relent. ഇത് രണ്ടും സക്കംബിന്റെ സിനോണിംസ് ആണ്. yieldും relentഉം. സറണ്ടർ ചെയ്യുക, കീഴടങ്ങുക. ഇനി നേരെ തിരിച്ച് കോൺകർ എന്താ? കീഴടക്കുക, പിടിച്ചടക്കുക, കോൺകർ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി റിവോൾട്ട് ഓപ്ഷനിലുണ്ട്, അത് കലാപമാണ്. അപ്പൊ നമ്മൾ പഠിച്ചു സക്കംബ്, yield, relent ഇതൊക്കെ സറണ്ടർ ആണ്. നേരെ തിരിച്ച് കോൺകർ എന്ന് പറഞ്ഞാൽ കീഴടക്കുകയാണ്. ഇതൊക്കെ എന്താ? സറണ്ടർ ഒക്കെ, കീഴടങ്ങുക അല്ലെ. ഇനി റിവോൾട്ട് കലാപമാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാൻ നമുക്ക്. ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. അപ്പൊ നമുക്ക് നോക്കാം. ക്യാന് കുഡാവും നമുക്കറിയാം അല്ലെ. ക്യാന് കുഡാവും. സോ ഇവിടെ ക്യാൻ ആണ്, പറ്റൂല. ഇവിടെയും ക്യാൻ ആണ്, പറ്റൂല. കട്ട് ചെയ്തൂടെ. ദെൻ
ഇവിടെ ക്യാൻ ഉണ്ടോ? ഐ ആസ്ഡ് ഹിം, ഐ മീൻ കുഡ് ഉണ്ടോ? ഐ ആസ്ഡ് ഹിം ഇഫ് ഹി ജോയിൻഡ്. കുഡ് കൊടുത്തിട്ടുമില്ല. ഓക്കെ, അപ്പം ജസ്റ്റ് ആദ്യം നമ്മൾ ക്യാനിന്റെ കുഡ് ഉണ്ടോ എന്നൊന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ആൻസർ ആവും. നമുക്ക് ഇങ്ങനെ നോക്കാം. ക്യാന് വെച്ച് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസാ. കൺജങ്ഷൻ എന്താ? റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇഫ് അല്ലെങ്കിൽ വെദർ കൊടുക്കണം അല്ലെ? ഇഫ്. അപ്പൊ നമുക്ക് പറയാം ആസ്ഡ് ഹിം ഇഫ് ക്യാൻ യു ജോയിൻ, അവനോടാ ചോദിച്ചത് അല്ലെ? ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ടുഡേ എന്താവും? ഓൺ ദാറ്റ് ഡേ ആവും അല്ലെ? സെറ്റാണോ? പറഞ്ഞ സെറ്റാണോ? റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. സോ ക്യാൻ എന്താവുന്നു? കുഡ് ആവുന്നു. ക്വസ്റ്റ്യൻ ആവുമ്പം ക്യാൻ യു എന്നുള്ളത് നമ്മൾ തിരിയും. ആ ചോദിച്ചത് അവനോടായത് കാരണം ഈ യു ഹി ആവും. ഹി കുഡ് അല്ലെ? ഇഫ് കൺജങ്ഷൻ ആണ്. ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേയും ആവുന്നു. സെറ്റാണോ? ഓക്കെ, സോ അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ഇഡിയംസ് പഠിച്ചാലോ? എല്ലാ പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ഇഡിയംസ് അല്ലെ? സോ ഒന്നാമത്തേത് ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് ലക്ക് എന്നാണ് അർത്ഥം. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ലക്ക്. ഓക്കെ, നമുക്ക് ഒരാളോട് പോയി പൊളിച്ചു വാന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു സൂപ്പർസ്റ്റീഷ്യസ് വേ ഓഫ് ടെല്ലിങ് ഗുഡ് ലക്ക് ആണ് എന്ത്? ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. സോ ബൈറ്റ് ദ ബുള്ളറ്റ്. അടുത്തത് ഡിസൈഡ് ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ളതോ ആയ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നതിനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ബൈറ്റ് ദ ബുള്ളറ്റ്. ദെൻ ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. ഓക്കെ, നോക്കടാ. ടു വേസ്റ്റ് ടൈം ആൻഡ് എനർജി ഓൺ എ മാറ്റർ ദാറ്റ് ഇസ് ഓൾറെഡി ഡിസൈഡഡ്, സെറ്റിൽഡ് ഓർ ഹോപ്പ്ലെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം, ചത്ത കുതിരേനെ വീണ്ടും വീണ്ടും തോണ്ടി തോണ്ടി അടുത്ത പ്രശ്നം ഉണ്ടാക്കുക അല്ലെ? ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. ചത്ത കുതിരേനെ തല്ലി തല്ലി പുതിയ പ്രശ്നം ഉണ്ടാക്കുക. ഓൾറെഡി എൻഡഡ് ആണ് ആ ഇഷ്യൂ, അല്ലെങ്കിൽ ഓൾറെഡി ഡിസൈഡഡ് ആണ് ആ കാര്യം, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആണ്, അങ്ങനെയുള്ള ഒരു കാര്യം. അതിന്റെ മേലെ ടൈം വീണ്ടും വേസ്റ്റ് ചെയ്യുന്നതിന്, ടൈമോ എനർജിയോ വീണ്ടും വേസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നത്. ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. സെറ്റ് ആണോ? ബ്രേക്ക് എ ലെഗ് പഠിച്ചു, ബൈറ്റ് ദ ബുള്ളറ്റ് പഠിച്ചു, ബീറ്റ് എ ഡെഡ് ഹോഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിൽ APOയുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. നോക്കടാ, ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? അരിസ്റ്റോക്രാറ്റിക് പീപ്പിളിന്, അരിസ്റ്റോക്രാറ്റിക് ഒറിജിൻ ഉള്ള അല്ലെ നോബിൾ ഒറിജിൻ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലൂ ബ്ലഡ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ദേ കിടക്കുന്നു, ആൻ അരിസ്റ്റോക്രാറ്റ്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അരിസ്റ്റോക്രാറ്റ് എന്നാണ് അർത്ഥം. സോ അടുത്ത നോക്ക. ഇഫ് ഐ ഹാഡ് നോൺ യു യു വർ ഇൻ ഹോസ്പിറ്റൽ. ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ ഡാഷ് യു. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അപ്പുറത്ത് എന്താ? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. വുഡ് ഹാവ് പാസ്ഡ് എന്നല്ലേ പറഞ്ഞത്? അപ്പുറത്ത് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. ഇവിടെ നോക്ക് എന്തായിരിക്കും? വുഡ് വിസിറ്റ് പറ്റൂല. വുഡ് വിസിറ്റഡ് പറ്റൂല, തെറ്റാണ്. വുഡ് ഹാവ് വിസിറ്റഡ്. ആൻസർ എന്ത് കൊടുക്കാം? വുഡ് ഹാവ് വിസിറ്റഡ്. അപ്പം ഈ വർഷത്തിലെ ചോദ്യ പേപ്പറുകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ്. അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി ഇഫ് ക്ലോസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എളുപ്പത്തിൽ ഇഫ് ക്ലോസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതിയാവും. സോ അടുത്ത ചോദ്യം, റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. Don't touch me, he said to her. Don't touch me, he said to her. He asked her whether he touched him. He asked her whether he touched him. He told her not to touch him. He told her don't touch him. ഒറ്റൊരു കാര്യം മനസ്സിലാക്കുക. ഡോണ്ട് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു ചേർക്കുക. ഡോണ്ട് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു ചേർക്കാം. അപ്പൊ നോട്ട് ടു ഉള്ള ആൻസർ ഏതാ? He told her not to touch him. He told her not to touch him. Set ആണോ? Set ആണോ? Okay. He told her not to touch him. So നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് identify the antonym of the underlined word. Identify the antonym of the underlined word. The company made an enormous profit last year. Enormous, huge, gigantic എന്നൊക്കെ പറയുന്നത് അല്ലെ?
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആന്റണിമ വേണ്ടത്, ഇത് സിനോണിമ മാസീവ്, കൊളോസൽ സിനോണിമ, കൊളോസൽ കാജൽ നമ്മൾ കണ്ണിൽ എഴുതുന്ന എന്തിനാ, കണ്ണിച്ചിരി വലുതായിട്ടിരിക്കുക അല്ലെ, കൊളോസൽ. ഇമ്മൻസ് സിനോണിമാണ്. ആന്റണിം എന്താ, ഡിമിന്യൂട്ടീവ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ അല്ലെ. ആന്റണിമ ചോദിച്ചത് ഡിമിന്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്മോൾ എന്നാണ് അർത്ഥം. സോ നോക്കടാ, മാസീവ്, കൊളോസൽ, ഇമ്മൻസ് ഒക്കെ എന്താണ്, എനോർമസിന്റെ സിനോണിംസ് ആണ്. ഡിമിന്യൂട്ടീവ് എക്സ്ട്രീംലി സ്മോൾ എന്നാണ് അർത്ഥം. ഇതിന്റെ ആന്റണിം ആണ് വരുന്നത്. സെറ്റ് ആണോ? ഓക്കെ, സോ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ എഫർമേറ്റീവ് സെന്റൻസ്. എഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്ത സെന്റൻസ് അല്ലെ. നോക്കാം നമുക്ക്. There is hardly anything, ദേ കിടക്കുന്നു നെഗറ്റീവ് വേർഡ്, പറ്റുമോ? ഇല്ല. There are few, നെഗറ്റീവ് വേർഡ് ആണ്, ഇതും പറ്റില്ല. The boys do daring task, ശരിയാണ്, നെഗറ്റീവ് വാക്കുകളൊന്നുമില്ല. He had scarcely, കണ്ടോ നെഗറ്റീവ് വേർഡ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, എഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. എഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. So affirmative sentence എന്താ, the boys do daring task. Okay, the boys do daring task. Nobody knows the answer. Nobody knows the answer. നോക്ക്, nobody സെന്റൻസ് നെഗറ്റീവ് അല്ലേ. നോസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ അത് നോയും ഡെസ്സും ആവും അല്ലേ. അപ്പൊ അപ്പുറത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഡസ് കൊടുക്കാം. ഡസ് മാത്രം പോരെ, ഡസിന്റെ ആക്കണ്ട, കാരണം സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഡസ്, നോബഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ ദേ അല്ലേ കൊടുക്കണ്ടേ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേ ആയതുകൊണ്ട് ഇപ്പുറത്ത് ഡസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ദേ ആണെങ്കിൽ നമ്മൾ ഡു കൊടുക്കണം. ഓക്കെ, അപ്പുറത്ത് നമ്മള് സബ്ജക്റ്റ് ദേ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡസ് കൊടുക്കാൻ പാടില്ല, ഡു കൊടുക്കണം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും, ഡു ദേ. ഓക്കെ, നമുക്ക് ആൻസർ എന്ത് കിട്ടും, ഡു ദേ. ഓക്കെ, ചൂസ് ദ കറക്റ്റ് വേർഡ്. സൈമുൾട്ടാനിയസ്, കറക്റ്റ് സ്പെല്ലിംഗ് ആ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വേണ്ടാത്ത സ്പെല്ലിങ്ങുകളൊന്നും നോക്കണ്ട. ഇതാണ് സൈമുൾട്ടാനിയസ്, SIMULTANEOUS. ഓക്കെ, പഠിച്ചു വെക്കണേ. സ്പെൽ ചെക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾ ആഡ് ഓൺ ചെയ്യണം. അടുത്തത്, എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. സ്റ്റാർസിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിക്കുന്ന ആളെ എന്താ വിളിക്കുന്നത്, ആസ്ട്രോണമർ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ആസ്ട്രോണമർ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആരാണെന്ന് കാണണ്ടേ. ഓപ്ഷൻ ബിയിൽ ഒരു ആസ്ട്രോനോട്ട് ഉണ്ട് അല്ലെ. ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ ആരാ, an astronaut is a person trained to travel in spacecraft. സ്പേസ്ക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ട ആൾക്കാരാണ്. ഡിഫറെന്റ് കൺട്രീസ്, ബട്ട് ഡിഫറെന്റ് കൺട്രീസ് യൂസ് ഡിഫറെന്റ് ടേംസ്. അമേരിക്കൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് ആസ്ട്രോനോട്ട്സ് എന്നാ വിളിക്കുന്നത്. അവരുടെ സ്പേസ് ക്രാഫ്റ്റിൽ പോകുന്ന ആൾക്കാരെ അവര് വിളിക്കുന്നതാണ് ആസ്ട്രോനോട്ട്സ്. അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു പോകുന്നേ ഉള്ളൂ. റഷ്യൻസ് ആണെങ്കിൽ അവരെ വിളിക്കും കോസ്മോനോട്ട്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ചൈനീസ് ആണെങ്കിൽ തായ്ക്കോനോട്ട്. ഈ മൂന്നെണ്ണം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം അമേരിക്കൻസും വെസ്റ്റേണേഴ്സും ആസ്ട്രോനോട്ട്സ് എന്ന് വിളിക്കുന്നു, റഷ്യൻസ് കോസ്മോനോട്ട്സ് എന്ന് വിളിക്കുന്നു, ചൈനീസ് തായ്ക്കോനോട്ട്സ് എന്ന് വിളിക്കുന്നു. സെറ്റ് ആണോ? ദെൻ ആസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഭാവിയിൽ ഭൂതമുണ്ടോ, ഭൂതത്തിൽ ഭാവിയുണ്ടോ എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ടല്ലോ. A person who uses astrology to tell others about their character or to predict their future. നമ്മളെ ഭാവിയും ഭൂതവും ഒക്കെ പ്രവചിക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുന്നത്, ആസ്ട്രോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ആസ്ട്രോണോളജിസ്റ്റ് ഇങ്ങനെ ഒരാളില്ല, നമ്മളെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരാള് ഇല്ല. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ, സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫീമെയിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണേ. അപ്പൊ നമുക്ക് നോക്കാം. ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻ ഓക്ക് ട്രീ, ഓൾഡ് ഓക്ക് ട്രീ. ട്രഷർ ബറി ചെയ്തത് എവിടെയാ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓക്ക് ട്രീന്റെ എവിടെയാന്നാ പറയുന്നത്? താഴെ അടിയിൽ അല്ലെ, ബിനീത്ത്. ബിനീത്ത് ദ beneath an old oak tree. Beneath an old oak tree. So അടുത്ത ചോദ്യം നോക്കൂ, വീണ്ടും ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പം ഈ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ ടാഗും കണ്ടീഷണൽ സെന്റൻസും അല്ലെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗും അതുപോലെ തന്നെ കണ്ടീഷണൽ സെന്റൻസുകൾ. അപ്പൊ നമുക്ക് നോക്കാം.
ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂ നെഗറ്റീവ് വേർഡ് അല്ലെ. അണ്ടർസ്റ്റുഡ് ഡിഡിനെയും അണ്ടർസ്റ്റാൻഡിനെയും കൂടെ ചേർത്താലാണ് അണ്ടർസ്റ്റുഡ്. അപ്പൊ നമുക്ക് ഡിഡ് പുറത്തേക്ക് എടുത്തൂടെ അല്ലെ. സെന്റൻസ് ഓൾറെഡി നെഗറ്റീവ് അല്ലേ, അപ്പൊ നമുക്ക് ടാഗ് പോസിറ്റീവ് ആയിട്ട് കൊടുത്താൽ പോരെ. ഡിഡ് പീപ്പിൾ അല്ലേ, ദേ. ആൻസർ എന്താ വരുന്നേ? ഡിഡ് ദേ ആണ് ആൻസർ വരുന്നത് അല്ലെ. അടുത്തേ നോക്ക്. ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെന്റ്സ് എന്തോ ചെയ്തു. നമ്മളൊന്ന് പരിശോധിക്കൂലേ. ടു എക്സാമിൻ കെയർഫുള്ളി എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ് ഏതാ? ലുക്ഡ് ഓവർ ആണ് ട്ടോ. ലുക്ഡ് ഓവർ. അപ്പം ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ കെയർഫുള്ളി ആണ്. ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ കെയർഫുള്ളി ആണ്. ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ വാച്ച്, കാണുക അല്ലെ, നോക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ്. ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ വാച്ച് ആണ്. ദെൻ ലുക്ക് ഔട്ട്. പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊക്കെ കേൾക്കൂലേ. വാണ്ടഡ്, ലുക്ക് ഔട്ട്. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക, പരിപാലിക്കുക. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ മീനിങ്സ് ഇൻ എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയിൽ മീനിങ്സ് നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ലുക്കപ്പ് എന്ന് പറയുന്നത്. ലുക്കപ്പ്. സെറ്റ് ആണോ? പഠിച്ചോ? ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ the next question is, he made a dash talking to his friend loudly. Talking to his friend loudly during the ceremony. അപ്പം സോഷ്യൽ ബ്ലണ്ടർ ആണ് ഇത് അല്ലെ. സോഷ്യൽ ബ്ലണ്ടർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇഡിയം ഏതാ? ഫോക്സ് പാസ് ആണ്. സോഷ്യൽ ബ്ലണ്ടർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇഡിയമാണ് ഫോക്സ് പാസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബാക്കിയുള്ളതിന്റെ അർത്ഥം കൂടെ നോക്കാം. ക്ലീഷ എന്താ? ഒരുപാട് തവണ യൂസ് ചെയ്ത, വോൺ ഔട്ട് ആയിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയും, ഓവർ യൂസ്ഡ് ആയിട്ടുള്ള, അതാണ് ക്ലീഷേ. ദെൻ ഫോക്സ് പാസ് ഞാൻ പറഞ്ഞു സോഷ്യൽ ബ്ലണ്ടർ ആണ്. നമ്മള് ഒരു സദസ്സിൽ കാണിക്കുന്ന മണ്ടത്തരത്തിനാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ബ്ലണ്ടർ അല്ലെങ്കിൽ ഫോക്സ് പാസ്. ദജാവു, നമുക്ക് പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷൻസും മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവൂലേ, ഒരു ദജാവു എന്ന് പറയും. സോ ഇല്യൂഷൻ ഓഫ് ഹാവിംഗ് പ്രീവിയസ്ലി എക്സ്പീരിയൻസ്ഡ് എ ന്യൂ കറന്റ് സിറ്റുവേഷൻ. ഇപ്പോൾ ഉള്ള ഒരു കറന്റ് സിറ്റുവേഷൻ, ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ പ്രീവിയസ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ ദജാവു എന്ന് പറയുന്നത് അല്ലെ. ദെൻ ബോൺ വോയേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഹാപ്പി ജേർണി. ഓക്കെ, ഹാപ്പി ജേർണി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, the teacher made them write an essay can be reframed as. The teacher made them write an essay. നോക്കാം നമുക്ക്. അതിന്റെ മുമ്പേ ഞാൻ ഒരു വേർഡ് ഇതുപോലെ റീഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. നമ്മളോട് അതല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയോ. രാജു മെയ്ഡ് ദം ഈറ്റ് ആൻ ആപ്പിൾ. രാജു അവരെ കൊണ്ടൊരു ആപ്പിള് കഴിപ്പിച്ചു അല്ലെ. അപ്പൊ നമുക്ക് അവരെന്ന് വെച്ചിട്ട് തുടങ്ങാം. ദേ മെയ്ഡ് ദം എന്നാ പറഞ്ഞത്. ദേ വേർ മെയ്ഡ് ടു ഈറ്റ് ആൻ ആപ്പിൾ. കൺസ്ട്രക്ഷൻ നോക്കണേ. ദേ വേർ മെയ്ഡ് ടു ഈറ്റ് ആൻ ആപ്പിൾ. ഓക്കെ, സെറ്റ് ആണോ? രാജു മെയ്ഡ് ദം ഈറ്റ് ആൻ ആപ്പിൾ. ദേ വേർ മെയ്ഡ് ടു ഈറ്റ് ആൻ ആപ്പിൾ. ഇനി ക്വസ്റ്റ്യനിലോട്ട് വന്നൂടെ. ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ. ദേ വേർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ. സെറ്റ് ആണോ? ദേ വേർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ. പഠിച്ചോ? സെറ്റ് ആണോ? ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ. യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺഡ് കെയർഫുള്ളി. നിങ്ങൾ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നോക്ക്, ഇഫ് യു ഹാഡ് ലിസൺഡ്, ഹാഡ് പ്ലസ് V3. അപ്പൊ ഇവിടെ എന്ത് വേണം? ഇവിടെ എന്ത് വേണം പറ. അപ്പുറത്ത് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെ, അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നല്ലേ പറഞ്ഞത്. V3 ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലെ. ഇനി നമുക്ക് വുഡ് ഹാവ് ആ ഒരു സാധനമാണ് വേണ്ടത്. നമുക്ക് രണ്ടും ഉണ്ട്, വുഡ് ഹാവ് ഉണ്ട്, വുഡിന്റെ ഹാവ് ഉണ്ട്. ആൻസർ എന്താ വരുന്നത്? വുഡ് ഹാവ് ആണ് അല്ലെ. വുഡിന്റെ ഹാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലായിരുന്നു എന്നായി പോവൂലേ. നമുക്ക് മനസ്സിലാകുമായിരുന്നു എന്നല്ലേ വേണ്ടത്. സോ you would have understood it better if you had listened carefully. സെറ്റ് ആണോ? ഈ വുഡിന്റെ കൊടുത്തു കഴിഞ്ഞാൽ, വുഡിന്റെ ഹാവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? യു വുഡിന്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവൂലായിരുന്നു ഇഫ് യു ഹാഡ് ലിസൺഡ് കെയർഫുള്ളി. കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. മണ്ടത്തരായി പോവില്ലേ? ലോജിക് ഉണ്ടോ? സോ നമുക്ക് എന്ത് കൊടുക്കാം? വുഡ് ഹാവ് കൊടുക്കാം അല്ലെ.
അടുത്ത നോക്ക്, ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. ടോയ് ആണ് അല്ലെ. സൗണ്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ആർട്ടിക്കിൾ കൊടുക്കണേ. UFO ടോയ് എന്നാണ് പറഞ്ഞത്. യു ആണ് സൗണ്ട് അല്ലെ. സോ എ ആണോ ആൻ ആണോ? AUFO, യാ ആണ് അല്ലെ. AUFO ടോയ് ആണേ. സോ അടുത്ത നോക്ക്, ദ ബൈക്കേഴ്സ് ഹാഡ് എ മൂൺലിറ്റ് ഡാഷ് ബൈ ദ റിവർ സൈഡ്. സോ നമുക്ക് ഇതിന്റെ റോൺചിവ്യൂ ആണ് വേർഡ്. അതിന്റെ സ്പെല്ലിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? സ്പെല്ലിംഗ് RENDEZVOUS. റെൻഡസ്വസ് എന്നൊന്നും വായിക്കരുത്. റോൺചിവ്യൂ ആണ് കേട്ടോ. റോൺചിവ്യൂ ആണ്. റോൺചിവ്യൂ. സോ ഈ റോൺചിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരലാണ് അല്ലെ. കൂടിച്ചേരലാണ്. പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൂടിച്ചേരാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗ് പ്ലേസിനെയാണ് നമ്മൾ റോൺചിവ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. That designer dress cost her an arm and a leg. That designer dress cost her an arm and a leg. An arm and a leg എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രീംലി എക്സ്പെൻസീവ്. നമ്മൾ പറയൂല എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു കിഡ്നി പണയം വെക്കേണ്ടി വരും അത് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷുകാർക്ക് അതിന് പകരം ഒരു കൈയും കാലുമാണ്. കൈയും കാലും അവർ പണയം വെക്കേണ്ടി വരുന്നാ പറയുന്നത്. സോ an arm and a leg എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് അർത്ഥം. സോ നമുക്ക് എന്ത് കൊടുക്കാം? ഇതിൽ ഓപ്ഷനിൽ എന്തുണ്ട്? The designer dress cost her an arm and a leg. So നമുക്ക് എന്ത് കൊടുക്കാം? ആൻസർ എന്താ വരുന്നത്? Extremely costly. The dress is extremely costly. So അടുത്ത ക്വസ്റ്റ്യൻ ഓഫീസ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. She usually wears sari but now she dash pants. നൗ കണ്ടു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസിൽ വേണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് verb പ്ലസ് ING ആണ്. സോ പ്രസന്റ് കണ്ടിന്യൂസിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഈസ് വെയറിംഗ്. സെറ്റ് ആണോ? അടുത്തത് എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ലോസ്റ്റ് their lives. അതിന്റെ മുമ്പ് ഇതിന്റെ കാര്യം പഠിപ്പിച്ചു തരാം. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. എ നമ്പർ ഓഫിന് ശേഷം നമ്മൾ പ്ലൂറൽ വേർബാ ഉപയോഗിക്കേണ്ടത്. സോ പറഞ്ഞൂടെ നമ്പർ ഓഫ് സോൾജിയേഴ്സ് പ്ലൂറൽ വേർബ്. ഇവിടെ ഹാസ് സിംഗുലറാ ഈസ് സിംഗുലറാ കട്ടെ ആർ ലോസ്റ്റ് എന്ന് പറയില്ല. അതൊക്കെ പാസീവ് യൂസേജ് ആണ്. നമുക്ക് എന്ത് പറയാം? എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഹാവ് ലോസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ. ഹാവ് ലോസ്റ്റ് their lives. സെറ്റ് ആണ്. അപ്പൊ എ നമ്പർ ഓഫിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ വേർബാണ്. നമ്പർ ഓഫിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ വേർബാണ്. അടുത്ത നോക്കൂ, യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. ഈ യു ഹാഡ് ബെറ്ററിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താടാ? വെർബിന്റെ റൂട്ട് ഫോം ആണ് അല്ലെ. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ റൂട്ട് ഫോമാ. യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. കണ്ടോ? വെർബിന്റെ റൂട്ട് ഫോം ആണ്. ഹി ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ. കൺസൾട്ട് റൂട്ട് ഫോം ആണ്. സ്റ്റഡീസ് സ്റ്റഡീഡ് ഒന്നും വരൂല പ്രസന്റില്. ഐ മീൻ ഡസ് ചേർക്കാത്ത, പ്രസന്റിലുള്ള ഡസ് ചേർക്കാത്ത ആ ഒരു രൂപം തന്നെ ആയിരിക്കും റൂട്ട് ഫോം. സോ if അല്ല, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, ഹി ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ. സെറ്റ് ആണോ? സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. ഇവിടെ ബേസ് ഫോം ഏതാ? ടു ഡു ഉണ്ടോ? ടു പറഞ്ഞോ? 2 + V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആണ്. നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് അല്ലേ വേണ്ടേ? സോ അത് പറ്റില്ല. ING പറഞ്ഞോ? പറ്റില്ല. ഡൺ പറ്റുമോ? ഇല്ല. നമുക്ക് ബേസ് ഫോമാ വേണ്ടത്. സോ എന്ത് കൊടുക്കാം? ഡു കൊടുക്കാം. സോ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. തന്നിരിക്കുന്ന ഇഡിയത്തിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീനിങ് താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാന്ന് പറയുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്ന ഇഡിയം എന്താണ്? ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ. ഇതാണ് ഇഡിയം. ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർച്ചകളും താഴ്ചകളും, അനിശ്ചിതത്വങ്ങൾ അല്ലെ. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? സർട്ടൻ അല്ല, ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ്. നോക്കാം, നമുക്ക് ആൻസർ വരുന്നത് അൺസർട്ടനിറ്റീസ് ആണ്. അതായത് ലൈഫ് ഒരിക്കലും നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമല്ല, ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ് ലൈഫ്. അപ്സും ഡൗൺസും ഒക്കെ ഉള്ളതാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റീസ് ആണ് അർത്ഥം വരുന്നത്. അൺസർട്ടനിറ്റീസ്. സെറ്റാണോ? സെറ്റാണോ? സോ അടുത്ത ചോദ്യം,
I could look down dash the banyan leaves. I could look down dash the banyan leaves. എനിക്ക് ബനിയൻ ലീവ്സിന്റെ ഇടയിൽ കൂടെ നോക്കാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം ആൻസർ എന്താ വരുന്നത്? ത്രൂ, ഇടയിലൂടെ എന്നുള്ള അർത്ഥത്തിൽ ആൻസർ കൊടുക്കാൻ പറ്റുന്നത് ത്രൂ ആണ്. ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ്. സെറ്റ് ആണോ? ഒരു കാര്യത്തിന്റെ ഇടയിലൂടെ നോക്കുന്നതിന് ത്രൂ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ത്രൂ ദ ചാനൽ, ത്രൂ ദ മീഡിയം, അതാണ് എന്ത്? ബനിയൻ ലീവ്സ്. സെറ്റ് ആണോ? ഓക്കെ, സെറ്റ് ആണോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഐ ആം ലേറ്റ്. നമ്മൾ എന്ത് കൊടുക്കണം? അതിൻ്റെ ടാഗ് കൊടുക്കണം അല്ലെ, ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കണം. നമുക്കറിയാം ആമിനെ നെഗറ്റീവ് ആക്കുമ്പം ആമിൻ്റെ എന്ന് പറയില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആറിൻ്റെ ആക്കി മാറ്റണം അല്ലേ. ആറിൻ്റെ ബാക്കി എന്ത് വരും? ഐ. ഏത് ഓപ്ഷൻ വരും ആൻസർ? ഓപ്ഷൻ ബി വരും ആൻസർ ആയിട്ട്. ആറിൻ്റെ ഐ ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Can I have the pencil dash I gave you today? Okay, today morning ഉണ്ട് അല്ലേ. Can I have the pencil dash I gave you today morning? ഇവിടെ നോക്കാം, ഞാൻ ഇന്ന് രാവിലെ നിനക്ക് തന്ന പെൻസില്. Can I have the pencil? എനിക്ക് തരാമോ? സോ നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പെൻസിലാണ് അല്ലെ. ഒബ്ജക്റ്റ് പെൻസിലാണ്. അതുകൊണ്ട് ഹുമ്മും ഹൂസും ഹൂ ഒന്നും വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് കൊടുക്കാം ആൻസർ അല്ലെ. ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ ഒന്നുകിൽ വിച്ച് വെച്ച്, അതല്ല എങ്കിൽ ദാറ്റ് വെച്ച്, ആ രണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് ജീവനില്ലാത്ത വസ്തുക്കളെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ആൻസർ ആയിട്ട് ദാറ്റ് കൊടുക്കാം. പെൻസിലിനെ ക്വാളിഫൈ ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ദാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ പറയാം? Can I have the pencil that I gave you today morning? സെറ്റ് ആണോ? സെറ്റ് ആണോ? Report the following sentence. Why did you come late? The teacher asked James. Okay, അപ്പോൾ നമുക്ക് നോക്കാം. Why did you come late? The teacher asked James. The teacher asked James. ബാക്കിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കടാ, did come എന്ന് പറഞ്ഞാൽ came എന്നല്ലേ അർത്ഥം അല്ലേ. did plus come എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ came അല്ലേ. ഇത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം V2ലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്യുമ്പം പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് റിപ്പോർട്ട് ചെയ്യണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ. ഹാഡ് പ്ലസ് V3. കം കെയിം കം അല്ലേ. ഹാഡ് കം വേണ്ടി വരും അല്ലേ. ഹാഡ് കം വേണ്ടി വരും. നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷനിലാണ് ഹാഡ് കം ഉള്ളത്. സോ ഇവിടെ നോക്കടാ, ഡിഡ് കം തെറ്റാണ് അല്ലേ. ഇവിടെ നോക്ക്, വെറും കമ്മേ കൊടുത്തിട്ടുള്ളൂ, തെറ്റാണ്. ഇവിടെ ഹാഡ് കെയിം ആണ്, അതും തെറ്റാണ്. ആക്ച്വലി നമുക്ക് വേർബിന്റെ ഫോം മാത്രം നോക്കി ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും 4 ഓപ്ഷൻസിൽ ഒന്നിന് മാത്രമാണ് അവർ കറക്റ്റ് ആയിട്ടുള്ള വേർബ് ഫോം കൊടുക്കാറുള്ളത്. ബാക്കി കൂടെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഈ 3 എണ്ണം ആവാൻ ഒരു സാധ്യതയും ഇല്ല. പിന്നെ ആൻസർ ഒന്നല്ലേ ഉള്ളൂ അല്ലേ. നമുക്ക് നോക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ്. ഇനി നമ്മൾ WH ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ കൺജങ്ഷൻ ആയിട്ട് വരുന്നത് എന്താ? ആ സെയിം WH വേർഡ് അല്ലേ. വൈ തന്നെ നമുക്ക് കൺജങ്ഷൻ ആയിട്ട് കൊടുക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ് വൈ കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കൊടുക്കണം. അതായത് ഇൻവേർട്ട് ചെയ്യണം അല്ലേ, തലതിരിക്കണം. ഡിഡ് യു എന്നുള്ളത് നമ്മൾ ഹാഡ് കമ്മാക്കിയല്ലോ അല്ലേ. അപ്പം വൈ ഹാഡ് അല്ലേ. വൈ ഹാഡ് അതിനു മുമ്പ് നമ്മൾ ആരെ കൊടുക്കുന്നു? സബ്ജക്റ്റിനെ കൊടുക്കുന്നു അല്ലേ. തല തിരിച്ചു ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം വൈ ഹി ഹാഡ് കം ലേറ്റ്. പറഞ്ഞേ മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ സെയിം ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കുക കൺജങ്ഷൻ ആയിട്ട്. പിന്നെ നമ്മൾ ടെൻസിന്റെ ഫോർമാറ്റ് ഇക്വാലന്റ് പാസ്റ്റിലോട്ട് മാറ്റി അത് നമ്മൾ മനസ്സിലാക്കി ഹാഡ് കം ആണ്. ആ കൺജങ്ഷന് ശേഷം പക്ഷെ സബ്ജക്റ്റിനെ കൊടുക്കണം. ജെയിംസിനോടല്ലേ ചോദിച്ചത്, അപ്പൊ നമ്മൾ ഹി കൊടുക്കും. വൈ ഹി. ബാക്കി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാക്കിയത് ഹാഡ് കം ലേറ്റ്. സെറ്റ് ആണോ?
ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ നമ്മളെ വേർബിന്റെ ഫോർമാറ്റ് കൃത്യമായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കുക. എല്ലാം കൂടെ വായിക്കാൻ നിൽക്കേണ്ട ഒരു കാര്യം ആക്ച്വലി ഇല്ല. നമ്മൾ ഇങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നത്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു തവണ പഠിച്ച ആളാണെങ്കിൽ വേർബ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിമ്പിൾ പ്രസന്റ് എന്തിലോട്ട് മാറും? സിമ്പിൾ പാസ്റ്റിലോട്ട്, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട്, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട്, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട്, പാസ്റ്റ് പെർഫെക്റ്റ് മാറുന്നില്ല അതിൽ തന്നെ, പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ അതും മാറുന്നില്ല അതിൽ തന്നെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട്. പിന്നെ ഫ്യൂച്ചർ ആവുമ്പോഴത്തേക്ക് മോഡൽ ഓക്സിലറീസ് വില്ല് വുഡ് ആവുന്നു, ഷാല് ഷുഡ് ആവുന്നു, ക്യാന് കുഡ് ആവുന്നു, മേ മൈറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയും നമ്മൾ പഠിക്കും അല്ലെ. അങ്ങനെയാണ് ഇതിന്റെ ഒരു മാറ്റം. ആ വേർബിന്റെ മാറ്റം അറിയാമെങ്കിൽ ഏത് ടെൻസിലാ സെന്റൻസ് എന്ന് മനസ്സിലാക്കുക. ആ ടെൻസിനെ നമ്മൾ ഇക്വാലന്റ് ആയിട്ടുള്ള ഏത് പാസ്റ്റിലോട്ടാ മാറ്റുന്നതെന്ന് മനസ്സിൽ ഓർമ്മിച്ചെടുക്കുക. ആ രണ്ട് വേർബിന്റെ ഫോംസും ഒന്ന് മനസ്സിലോട്ട് ഓർത്തെടുക്കുക. അതിനുശേഷം അതിവിടെ മാച്ച് ആണോ എന്നൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു ഓപ്ഷനിലെ മിക്കവാറും സാഹചര്യങ്ങളിൽ വേർബിന്റെ ഫോം മാച്ചായി വരാറുള്ളൂ കേട്ടോ. മിക്കവാറും സാഹചര്യങ്ങളിൽ, എല്ലായ്പ്പോഴും ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇത് ബാക്കി കാര്യങ്ങളൊന്നും എങ്ങനെ ഇൻവേർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഐ മീൻ സാധാരണ സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വേർബ് ആണ്. പക്ഷെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ്, അതായത് കൺജങ്ഷൻ കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് കൊടുത്ത് അതിന് ശേഷമാണ് ഓക്സിലറീനെ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻവേർഷനും കാര്യമൊന്നും പെട്ടെന്ന് തലയ്ക്കകത്തോട്ട് കയറുന്നില്ല, കത്തുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. He posted the letters. Posted V2. അതായത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പാസീവിലോട്ട് മാറ്റണം. എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് സ്ട്രക്ചർ? ഒബ്ജക്റ്റ് പ്ലസ് was or were പ്ലസ് V3 പ്ലസ് പിന്നെ നമ്മളെ ബൈ ഏജന്റ് അല്ലെ, ബൈ ഏജന്റ്. സോ നമുക്ക് നോക്കാം. ഹി പോസ്റ്റഡ് ദ ലെറ്റേഴ്സ്. ദ ലെറ്റേഴ്സ് ആണ് ഒബ്ജക്റ്റ്. ദ ലെറ്റേഴ്സ് പ്ലൂറൽ അല്ലേ, വേർ. പിന്നെ ഓൾറെഡി V2 V3 പോസ്റ്റഡ് ആണ് അല്ലെ, പോസ്റ്റഡ് ബൈ ഹി ഹിം ആവുന്നു. ദ ലെറ്റേഴ്സ് വേർ പോസ്റ്റഡ് ബൈ ഹിം. ദ ലെറ്റേഴ്സ് വേർ പോസ്റ്റഡ് ബൈ ഹിം. ഓക്കെ, കിട്ടിയോ? പാസീവ് സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഒട്ടുമിക്ക ചോദ്യങ്ങളിലെല്ലാം തന്നെ പാസീവിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എല്ലാ ടെൻസിലും ഇംഗ്ലീഷിൽ 12 ടെൻസുകളുണ്ട് നമുക്കറിയാം. 8 എണ്ണത്തിന് മാത്രമേ പാസീവ് ഉള്ളൂ അല്ലെ. ആ 8 എണ്ണവും കൃത്യമായി നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. സെറ്റാണോ? ആ 8 എണ്ണവും പഠിച്ചു വെക്കണം. എപ്പോഴും ചോദ്യങ്ങളിൽ ചോദിക്കാറുള്ളതാണ്. ഓക്കെ. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. പ്രപഞ്ച സത്യങ്ങള്, യൂണിവേഴ്സൽ ട്രൂത്ത് ഏത് ടെൻസിലാണ് നമ്മൾ പറയാറുള്ളത്? ഏത് ടെൻസിൽ മാത്രമാണ് നമ്മൾ പറയാറുള്ളത്? സിമ്പിൾ പ്രസന്റിൽ അല്ലേ. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. നമ്മൾ ഇതൊക്കെ ഏത് ടെൻസിലാണ് പറയുന്നത്? സിമ്പിൾ പ്രസന്റിൽ. അതായത് സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോമും പ്ലൂരൽ ആണെങ്കിൽ ഡു ഫോമും ഉപയോഗിക്കുന്നേ. ഇവിടെ നോക്കാം, ദ എർത്ത് സിംഗുലർ അല്ലേ, റിവോൾവ് ആണോ റിവോൾവ്സ് ആണോ വരേണ്ടത്? സിംഗുലറിന്റെ കൂടെ ഡസ് അല്ലേ, റിവോൾവ്സ് അറൗണ്ട് ദ സൺ. എന്ത് കൊടുക്കാം? ബി കൊടുക്കാം, റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഓക്കെ, അടുത്ത ചോദ്യം സെയിൽസ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഹെൽപ്സ് അതേഴ്സ് എസ്പെഷ്യലി ത്രൂ charitable work or donations of money. A person who helps others especially through charitable work. charitable വർക്കിലൂടെയോ അല്ലെങ്കിൽ ഡൊണേഷൻസ് ഓഫ് മണിയിലൂടെയോ മണി ഡൊണേഷനിലൂടെയോ ഒക്കെ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളെ എന്താ വിളിക്കുന്നത്? നോക്കാം നമുക്ക്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാ വിളിക്കുന്നത്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ആരായി ഫിലാന്ത്രോപ്പിസ്റ്റ്? വൺ ഹു ലവ്സ് മാൻകൈൻഡ്. മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ആളാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ,
മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ആളെ എന്ത് വിളിക്കുന്നു? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മാൻകൈൻഡിനെ ഹെയ്റ്റ് ചെയ്യുന്ന, വെറുക്കുന്ന ആളെ വിളിക്കുന്നത് മിസാന്ത്രോപ്പിസ്റ്റ് എന്നാണ്. ഓക്കെ, മിസാന്ത്രോപ്പിസ്റ്റ്. സ്നേഹിക്കുന്ന ആളല്ലേ സഹായിക്കുന്നുണ്ടാവുക, അല്ലെ? വെറുക്കുന്ന ആളെ എന്താ വിളിക്കുന്നത്? മിസാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, വൺ ഹൂ ലവ്സ് മാൻകൈൻഡും വൺ ഹൂ ഹേറ്റ്സ് മാൻകൈൻഡും പഠിച്ചു. ഒന്ന് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്, ഒന്ന് മിസാന്ത്രോപ്പിസ്റ്റ് ആണ്. അടുത്ത വേർഡ് മെറ്റീരിയലിസ്റ്റ് ആണ്. മെറ്റീരിയലിസ്റ്റ്, എ പേഴ്സൺ ഹൂ കൺസിഡേഴ്സ് മെറ്റീരിയൽ പൊസഷൻസ് ആൻഡ് ഫിസിക്കൽ കംഫർട്ട് ആസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാല്യൂസ്. ഈ ഒരു വേർഡ് മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുമ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മറ്റേ CID മൂസയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മിക്സി, അയ്യോ എൻ്റെ TV, കൊച്ചിനെ ഇടറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം എല്ലാ വാല്യൂസിനെക്കാട്ടിയും മെറ്റീരിയൽ ഒബ്ജക്ട്സിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റീരിയലിസ്റ്റ്. എ പേഴ്സൺ ഹൂ കൺസിഡേഴ്സ് മെറ്റീരിയൽ പൊസിഷൻസ്, അല്ലെ, മെറ്റീരിയൽ ഒബ്ജക്ട്സ്, പൊസിഷൻസ് ആൻഡ് ഫിസിക്കൽ കംഫർട്ട്, ഫിസിക്കൽ കംഫർട്ടും ആവാം കേട്ടോ, ഫിസിക്കൽ കംഫർട്ട് ആസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാല്യൂസ്. വാല്യൂസിനെക്കാട്ടും കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെ, പേര് മെറ്റീരിയലിസ്റ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, ബിന്ദു പണിക്കരെ മനസ്സിലേക്ക് വരണം. സോ അടുത്തത് പെഡന്റ് ആണ്. പെഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? എ പേഴ്സൺ ഹൂ ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ്. നമ്മൾ പല സാഹചര്യങ്ങളിലും ഇവിടെ നോക്കടാ, പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. മൈനർ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ പെഡന്റ് എന്ന് വിളിക്കുന്നത്. ഭയങ്കര കൺസേൺഡ് ആയിട്ടിരിക്കും, എല്ലാ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളുമായിട്ട് ഭയങ്കര എല്ലാം അക്യുറേറ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. സോ അയാളെ വിളിക്കുന്ന വേറൊരു പേരാണ് പെർഫെക്ഷനിസ്റ്റ്. പെർഫെക്ഷനിസ്റ്റ്, എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ്. പെഡന്റ് എന്ന് വിളിക്കാം, പെർഫെക്ഷനിസ്റ്റ് എന്നും വിളിക്കാം. പഠിച്ചോ? അപ്പൊ നമ്മൾ ഫിലാന്ത്രോപ്പിസ്റ്റ് പഠിച്ചു, മിസാന്ത്രോപ്പിസ്റ്റ് പഠിച്ചു, മെറ്റീരിയലിസ്റ്റ് പഠിച്ചു, പെഡന്റ് പഠിച്ചു. പെഡന്റിന്റെ വേറെ പേരാണ് പെർഫെക്ഷനിസ്റ്റ്, അല്ലെ? പിന്നെയുള്ള വേർഡ് ഓപ്റ്റിമിസ്റ്റ് ആണ്. നമുക്കറിയാം ശുഭാപ്തി വിശ്വാസിയാണ്. അതിന്റെ ആന്റണിയും വരുന്നത് പെസിമിസ്റ്റ് ആണ്, അശുഭാപ്തി വിശ്വാസി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? From which language does the word democracy come? ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. മറന്നു പോവരുതേ. വേർഡ് ഒറിജിൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, അല്ലെ? Had I not seen this with my own eyes, ഞാനിതെൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നുവെങ്കിൽ, ഐ ഡാഷ് ഇറ്റ്, ഞാനിത് വിശ്വസിക്കൂലായിരുന്നു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെ? എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഹാഡ് ഐ നോട്ട് സീൻ, ഹാഡ് ഉണ്ട്, സീൻ ഉണ്ട്, ഹാഡ് പ്ലസ് V3 ആണ്, അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? ഇത് നമ്മളെ കണ്ടീഷണൽ സെന്റൻസ് തന്നെയാണ്. അതിന്റെ വേറെ ഒരു ടൈപ്പാണ്. ആദ്യത്തെ ക്ലോസിൽ ഹാഡ് ഉണ്ട്, V3 ഉണ്ട്. അപ്പുറത്ത് എന്ത് വരണം? നമ്മൾ എന്താ പഠിച്ചത്? ഹാഡ് V3 ഉണ്ടെങ്കിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് എന്ത് നോക്കാം? വുഡ് ബിലീവ് പറ്റൂല, വില്ല് ബിലീവ് പറ്റൂല, വിൽ നോട്ട് ഹാവ് ബിലീവ്ഡ് പറ്റുമോ? ഇല്ല. എന്ത് പറയണം? വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ്. കിട്ടിയോ? വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ്. കണ്ടീഷണൽ സെന്റൻസിന്റെ ഒരു ടൈപ്പാണിത്. കണ്ടീഷണൽ സെന്റൻസിന്റെ ഒരു ടൈപ്പാണ്. സോ അടുത്ത ചോദ്യം, ഹസാഡസ് മീൻസ്. ഹസാഡസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹസാഡസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡേഞ്ചറസ് ആണ് കേട്ടോ. ഹസാഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ് എന്നാണ് അർത്ഥം. മിസ്റ്റീരിയസ്, നിഗൂഢമായ, അല്ലെ? സോ ദ കറക്റ്റ് വേർഡ് ഫോർ ടെൻഡിങ് ടു ചേഞ്ച്, ടെൻഡിങ് ടു ചേഞ്ച് ഏതാ? ഏതാ? ചേഞ്ചബിൾ എന്ന് നമ്മൾ പറയൂ, അല്ലെ? ചേഞ്ചബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഏത് സ്പെല്ലിങ്ങാ?
ചേഞ്ചബിൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ചേഞ്ചിയബിൾ എന്നൊക്കെയാണ് എഴുതുന്നത് കേട്ടോ. ചേഞ്ചബിൾ എന്നാണ് പറയേണ്ടത്. സ്പെല്ലിംഗ് നോക്കണം. CHANGEABLE ചേഞ്ചബിൾ. ചേഞ്ചബിൾ പഠിച്ചോ? സെറ്റാണോ? ഒരുപാട് സ്പെൽ ചെക്ക് ചോദിക്കുന്നുണ്ട്. കാണിച്ചു തന്ന വാക്കുകളൊക്കെ സ്പെൽ ചെക്ക് ബുക്സിലേക്ക്, നിങ്ങളുടെ ബുക്കിലേക്ക് ആഡ് ഓൺ ചെയ്യണം, എഴുതി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ വൊക്കാബുലറി നിങ്ങളുടെ വൊക്കാബുലറി നോട്ടിലോട്ട് ആഡ് ഓൺ ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിസ്കസ് ചെയ്യുന്ന വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതിലെ 4 ഓപ്ഷൻസും കൂടെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. സോ വൊക്കാബുലറിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ 50-50 ആണ്. വൊക്കാബുലറി ആസ് വെൽ ആസ് ഗ്രാമർ ആണ്. പകുതിയാണ്. പണ്ടത്തെ പോലെ കുറെ ഗ്രാമർ പഠിച്ചുകൊണ്ട് അങ്ങ് ക്ലിയർ ആയി പോകുന്ന പരിപാടിയില്ല. വൊക്കാബുലറിക്കും അതേ റോൾ ഉണ്ട്. അവിടുന്ന് ഇഡിയത്തിന് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ്സ്, സിനോണിംസ്, ആന്റണിംസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫോറിൻ ഫ്രേസസ് അല്ലേ. സോ ഇതൊക്കെ നമ്മൾ PYQs വെച്ച് അതിൻ്റെ ഒരു അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ PYQs പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ PSC ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ കൂടെ കടന്നു പോകും. നമുക്ക് സ്കോർ ചെയ്യാനുള്ള പരുവത്തിലേക്ക് നമ്മൾ വളർന്നു വരും. സോ ഈ PYQsന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. നോക്ക് അടുത്ത ചോദ്യം. നെയ്തർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ദർ. നെയ്തർ ഫുഡ് നോർ വാട്ടർ. നെയ്തർ നോർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വെച്ച് 2 സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനാണോ രണ്ടാമത്തെ സബ്ജക്റ്റിനാണോ പ്രയോറിറ്റി? രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചല്ലേ നമ്മൾ വേർബിനെ കൊടുക്കാറ് അല്ലെ. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാ? വാട്ടർ ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അത് എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും അല്ലെ. വാട്ടർ ഈസ്, വാട്ടർ വാസ് നമ്മൾ പറയുള്ളൂ അല്ലെ. വേറോ ആറോ ഒന്നും അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാറില്ല. അൺകൗണ്ടബിൾ ആണ്. വാട്ടർ, റൈസ്, ഷുഗർ, മിൽക്ക്, ജ്യൂസ്, എല്ലാ ലിക്വിഡ് ഫോംസും അല്ലെ. ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ, ലഗേജ്, ബാഗേജ്. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടേ. ഇങ്ങോട്ട് വന്നേ. അപ്പൊ നമുക്ക് നോക്കാം. രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച്, വാട്ടറിനനുസരിച്ച് നമുക്ക് വേർബിനെ കൊടുക്കാം. സോ ഹാവ് പ്ലൂറലാ കട്ട് ചെയ്യാം, വേറെ പ്ലൂറലാ കട്ട് ചെയ്യാം, ആറ് പ്ലൂറലാ കട്ട് ചെയ്യാം. എന്ത് മാത്രമേ ഉള്ളൂ? സിംഗുലർ ആയിട്ടുള്ളത് വാസ്. ഇപ്പൊ ആൻസറിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എലിമിനേഷൻ മെത്തേഡ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ബാക്കി ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇനി അത് ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവണം. സോ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫോറിൻ ഫ്രേസസ് എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ വേർഡ് ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ വാട്ട് സീംസ് ടു ബി സോ വിത്തൗട്ട് ഫർദർ ഓർ ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ. എങ്ങനെയാണ് കാണപ്പെടുന്നത് അല്ലെ, ഒറ്റ നോട്ടത്തിൽ, പ്രഥമ ദൃഷ്ട്യാ. അതിന് പറയുന്ന വേർഡ് ഏതാ? നമുക്കറിയാം പ്രൈമ ഫാഷി എന്നാണ് അല്ലെ. പ്രൈമ ഫാഷി. ഓക്കെ, ബാക്കി വാക്കുകളൊന്നും നോക്കണ്ടേ? ഇവിടെ നോക്ക്. അഡ്ഹോക്ക് എന്തായിരുന്നു? അഡ്ഹോക്ക് നമ്മൾ അഡ്ഹോക്ക് കമ്മിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെ. ഫോർ സ്പെഷ്യൽ പർപ്പസ്. എക്സ് ഗ്രേഷ്യ ആസ് എൻ ആക്ട് ഓഫ് ഗ്രേസ്. എക്സ് ഗ്രേഷ്യ എക്സാക്ട് PSC തരുന്ന ചോദ്യങ്ങളിൽ തരുന്ന അതേ ഡെഫിനിഷൻ ആണ് ഞാൻ തരുന്നത്. അതുപോലെ പഠിച്ചോണം. എക്സ് ഗ്രേഷ്യ ആസ് എൻ ആക്ട് ഓഫ് ഗ്രേസ്. പ്രൈമ ഫാഷി അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെ, പ്രഥമ ദൃഷ്ട്യ. മ്യൂട്ടഡ് ഈസ് മ്യൂട്ടാൻഡിസ് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ടഡ് ഈസ് മ്യൂട്ടാൻഡിസ് വിത്ത് നെസസറി ചേഞ്ചസ്. മ്യൂട്ടഡ് ഈസ് മ്യൂട്ടാൻഡിസ് വിത്ത് നെസസറി ചേഞ്ചസ്. സോ അടുത്തത് മോഡസ് ഓപ്പറാൻഡി. മോഡ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ മോഡസ് ഓപ്പറാൻഡി? എന്താണ് നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ല, എന്താണ് നിങ്ങളുടെ പ്ലാൻ? എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇനി നോം ഡി പ്ലൂം എന്ന് പറഞ്ഞാൽ പെന്നേമ. എങ്ങനെ ആലോചിക്കാം? നമ്മൾ ഈ നമ്പൂതിരിമാരൊക്കെ പറയൂലേ, നോമിന്റെ പേര് ഇതാണെന്നൊക്കെ പറയൂലേ. നോം ഡി പ്ലൂം, നോമിന്റെ പേര് ഡി പ്ലൂം ആണെന്നല്ല, അതായത് പെന്നേം. നോം ഇയാളാണ്, പെന്നേം ഇതാണ് തൂലികാനാമം. നോം ഡി പ്ലൂം എന്ന് പറഞ്ഞാൽ പെന്നേം. നോമിന് ഒരു പെന്നേമും കൂടി ഉണ്ട്, ഓർത്ത് വെച്ചൂടെ? നോം ഡി പ്ലൂം. ഇനി മിയാ കൽപ്പ. കൽപ്പബിൾ എന്ന് ആലോചിച്ചൂടെ? കൽപ്പബിൾ, അതായത് കൽപ്പബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലെയിമബിൾ, അതായത് കുറ്റക്കാരനാണ്, കുറ്റാരോപിതനാണ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് കൽപ്പബിൾ ആണ് എന്ന് അല്ലെ. സോ മിയാ കൽപ്പ, ഐ ആം ടു ബ്ലെയിം. എന്നെ പറഞ്ഞാൽ മതി, ഞാൻ ഐ ആം ടു ബ്ലെയിം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് മിയാ കൽപ്പ, ഐ ആം ടു ബ്ലെയിം.
സെറ്റ് ആണോ? മിയാ കൽപ്പ, കൾപ്പബിൾ ആലോചിക്കുക, കൾപ്രിറ്റ് കുറ്റവാളിയല്ലേ, അപ്പൊ മിയാ കൽപ്പ ഐ ആം ടു ബ്ലെയിം. മിയ മീ ആലോചിച്ചൂടെ, ഐ ആം ടു ബ്ലെയിം. സെറ്റ് ആണോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ പഠിക്കാനുണ്ടായിരുന്നത്. നമ്മൾ വളരെ കൃത്യമായി തന്നെ 2026 കേരള PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ആ ചോദ്യങ്ങൾ അത് മാത്രമല്ല, അതിൻ്റെ 4 ഓപ്ഷൻസും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ പഠിച്ചു. സോ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഇനിയും ഇതുപോലെയുള്ള ഏതൊക്കെ സെഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ആ സെഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ കാണുക, കൃത്യമായി പഠിക്കുക, ഇനി വരുന്ന എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.